പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് സ്തുതിയോഗ്യനായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കാം. ഒരിക്കൽ കൂടെ മണിക്കൂറുകളിൽ നമ്മൾ സമർപ്പിക്കുകയായിരുന്നു. ഒരിക്കൽ കൂടി വചന ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ എന്റെ യേശുവേ, എന്റെ ദൈവമേ, എന്റെ ഹൃദയത്തെ, എന്റെ ഹൃദയമാകുന്ന വയലിനെ അവിടുന്ന് ഒന്ന് കഴുകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഏത് ആഗ്രഹവുമായി നിയോഗവുമായി ഇന്ന് പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ യേശുവിന്റെ പക്കല് ഈ പകൽക്കാലം നാം കടന്നു വന്ന നിയോഗത്തെ നമുക്കൊന്ന് സമർപ്പിക്കാം. പ്രിയപ്പെട്ട മക്കളെ, എല്ലാവരെയും കാണുന്ന ഒരു ദൈവം, എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വല്ലേശ്വരമ്പുരാന്റെ മുമ്പില് നാം ആയിരിക്കുന്ന നിമിഷങ്ങളില് നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയത്തെ സമർപ്പിച്ച്, നമ്മുടെ നിയോഗത്തെ സമർപ്പിച്ച്, എന്റെ കർത്താവിന്റെ ആഗ്രഹത്തെ ഏറ്റെടുത്തു എന്നെ അനുഗ്രഹിച്ച് വിശ്വസിച്ചുകൊണ്ട് ഒരു നിമിഷം കൂടെ നമ്മുടെ കരങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി എല്ലാം മറന്ന് സ്വതന്ത്രമായി ദൈവം തന്ന ശക്തി ഉപയോഗിച്ച്, അവിടുന്ന് തന്ന ശബ്ദം ഉപയോഗിച്ച്, അവിടുന്ന് തന്ന അധരം തുറന്ന്, ഹൃദയം തുറന്ന്, മനം തുറന്നൊന്ന് സ്തുതിച്ചാരാ. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥന മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനയാണ്, മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഈശോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥന നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ്. അപ്പോൾ അവരെയും നമ്മെയും ഒരുപോലെ അനുഗ്രഹിക്കുന്ന ഈശോയുടെ മുമ്പിൽ നാം ആയിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിലും പുറകിലും ഇടത്തും വലത്തും നിൽക്കുന്ന സഹോദരങ്ങളെ സമർപ്പിക്കാം. അവരുടെ നിയോഗങ്ങളെ ഈശോയുടെ മുമ്പിലേക്ക് ഒന്ന് വിട്ടുകൊടുത്തുകൊണ്ട്, ഈശോയെ, എന്നെക്കാൾ കൂടുതൽ വേദനിക്കുന്നവരാ, എന്നെക്കാൾ കൂടുതൽ ദുഃഖിക്കുന്നവരാ, എന്നെക്കാൾ കൂടുതൽ ജീവിതത്തിലെ ഭാരങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവരാ ഞാൻ കരുതുന്നു, ഞാൻ വിശ്വസിക്കുന്നു. നാഥായികരുടെ ആവശ്യം, എന്റെ ഈ സഹോദരന്റെ സഹോദരിയുടെ ആവശ്യം എന്താണെന്ന് ഈശോയെ നീ ഒന്ന് കാണണമേ. എല്ലാ മക്കളെ സമർപ്പിച്ചേ. എന്റെ മുമ്പിൽ നിൽക്കുന്ന, എന്റെ ഇടത്തും വടത്തും നിൽക്കുന്ന സഹോദരൻ സഹോദരി സമർപ്പിച്ചേ. അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവ് നമ്മെ ഏറ്റെടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? ഈശോയുടെ കൂടെയാണ്, ദൈവത്തോടൊപ്പമാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു.
സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമായി ഈശോയുടെ ഒപ്പം നാം നിൽക്കുമ്പോൾ ഈശോ നമ്മെ നോക്കിക്കൊണ്ട് പറയുന്നു, എന്നെ കാണുന്നവൻ ആരെ കാണുന്നു? പിതാവിനെ കാണുന്നു. അപ്പോൾ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവായ ദൈവത്തോടും ഒപ്പം നാം ആയിരിക്കുമ്പോൾ നാം എവിടെയാണ്? ദൈവം എവിടെയുണ്ടോ അവിടെ എന്താണ്? സ്വർഗം. അപ്പോൾ നാം ഇപ്പോൾ എവിടെയായിരിക്കുകയാ? ദൈവത്തോടൊപ്പം സ്വർഗത്തില്. ഇതിൽ വലിയ ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ കിട്ടാനുണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ദൈവത്തോടൊപ്പം സ്വർഗത്തില്. സ്വർഗത്തിൽ ആരുണ്ട് ദൈവത്തോടൊപ്പം? പരിശുദ്ധ അമ്മയുണ്ട്, സകല വിശുദ്ധരുണ്ട്, നവവർണ്ണ മാലാഖമാരുണ്ട്. മരിച്ച സ്വർഗത്തിൽ പോയ സകലരും എവിടെയുണ്ട്? ഈ ദൈവത്തോടൊപ്പം, നമ്മോടൊപ്പം, നാം അവരോടൊപ്പം. സ്വർഗവും ഭൂമിയും ഒന്നു ചേരുന്ന പരിശുദ്ധമായ നിമിഷം. സ്വർഗത്തിലായിരിക്കുന്ന നമുക്ക് എന്തെങ്കിലും ദുഃഖത്തിന് വകയുണ്ടോ? വേദനയ്ക്ക് വകയുണ്ടോ? അസ്വസ്ഥതയ്ക്ക് ആവശ്യമുണ്ടോ? ഉത്കണ്ഠയ്ക്ക് ആവശ്യമുണ്ടോ? എല്ലാം ആരുടെ കയ്യിലേക്ക് കൊടുക്കാം? സ്വർഗത്തുമായിരിക്കുന്ന നമ്മെ രക്ഷിക്കുവാൻ, നമ്മെ സ്നേഹിക്കുവാൻ, നമ്മെ അനുഗ്രഹിക്കുവാൻ, നമ്മോടൊപ്പമായിരിക്കുന്ന നമ്മുടെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഒരു വചനം കേട്ടുകൊണ്ട് നമുക്ക് ശാന്തമായിട്ടിരിക്കാം. 34 സങ്കീർത്തനം അതിന്റെ 5, 6, 7 വചനങ്ങളിൽ പ്രകാരം പറയുന്നു, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവിനെ നോക്കിക്കൊണ്ട്, അവിടുത്തെ നോക്കിക്കൊണ്ട് ഇന്ന് ഈ പകൽക്കാലം എളിയവൻ നിലവിളിച്ചു, അവിടുന്ന് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഇതാ അവനിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസത്തോടെ എല്ലാവരും അധരങ്ങൾ തുറക്കുന്നില്ല, അധരങ്ങൾ തുറക്കട്ടെ. നമ്മൾ ആരെ ആരാധിക്കുന്നത്? തമ്പുരാനെ, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന, നമുക്ക് വേണ്ടി അവസാനത്തോടെ രക്തം വരെ ചിന്തി വിശുദ്ധ കുർബാനയിലൂടെ, ദിവ്യകാരുണ്യത്തിലൂടെ ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്ന തമ്പുരാന്റെ മുമ്പിലായിരിക്കുമ്പോൾ എത്രമാത്രം നമ്മൾ നമ്മുടെ അധരം തുറന്ന്, ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന് തമ്പുരാനെ ആരാധിക്കുന്നു, അത്രമാത്രം അഭിഷേകവും കൃപയും അനുഗ്രഹവും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് തമ്പുരാൻ തരികയാ. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയോട് ചേർന്ന് അമ്മയുടെ വിമല ഹൃദയത്തിൽ ഒരിക്കൽ കൂടി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, അമ്മേ മാതാവേ, നിന്റെ മക്കളായ ഞങ്ങൾ എല്ലാവരും ഇതാ അവിടുത്തെ തിരുക്കുമാരനോട് ചേർന്നിരിക്കുവാൻ, അവിടുത്തെ തിരുക്കുമാരൻ തരുന്ന വലിയ അനുഗ്രഹം ഏറ്റുവാങ്ങുവാൻ, അമ്മേ മാതാവേ, ഞങ്ങളിതാ അവിടുത്തെ സന്നിധിയിൽ അവിടുത്തോടൊപ്പമായിരിക്കുന്നു. അമ്മേ, ഞങ്ങളെല്ലാ മക്കളെയും അവിടുന്ന് തിരുക്കുമാരന്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് കനാലിലെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അവരെ അനുഗ്രഹമാക്കി മാറ്റിയതുപോലെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളെ പൽക്കാലം ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല മക്കളെയും അനുഗ്രഹിക്കുവാൻ അമ്മ പുത്രനോട് മധ്യസ്ഥം വഹിക്കണമേ നമുക്ക് യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട കരം ബലഹീനയും ഭാവിയുമായ എന്റെ ശിരസിന്റെ മേൽ ഒന്ന് നീട്ടിക്കൊണ്ട് ദിവ്യകാരുണ്യനാഥന്റെ അനുഗ്രഹം ചോദിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ശുശ്രൂഷയ്ക്ക് ഈശോ ആഗ്രഹിക്കുന്ന, ഈശോ മക്കൾക്ക് വേണ്ടി തരുവാൻ ആഗ്രഹിക്കുന്ന വചനം കൂടുതൽ സ്നേഹത്തോടും അഭിഷേകത്തോടും കൂടെ നൽകുവാനും ശാരീരികമായ എല്ലാ അസ്വസ്ഥതകളും മാറുവാനും ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന ഒരു നിമിഷം ഒരു നന്മ നിറഞ്ഞവരെ ചൊല്ലി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഈശോ
അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സ്തുതിയായിരിക്കട്ടെ. ശാന്തമായിട്ട് നമുക്ക് ഇരിക്കാം. മിശിഹായില് ഏറ്റവും അധികം സ്നേഹിക്കപ്പെട്ടവരെ, 34 സങ്കീർത്തനം നമ്മൾ ശ്രമിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ദൈവം തമ്പുരാന്റെ തിരുമുഖത്തേക്ക് നോക്കിയ കോടാനുകോടി മക്കള് അനുഗ്രഹമുള്ളവരായി, രക്ഷയുള്ളവരായി, കൃപയുള്ളവരായി, സ്വർഗം കണ്ടെത്തിയവരായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷകനും നാഥനുമായ യേശുവിന്റെ തിരുമുഖത്തേക്ക് നോക്കിയ കോടാനുകോടി മക്കള് ഇന്ന് സ്വർഗത്തില് അവിടത്തോടൊപ്പമായിരിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു തമ്പുരാൻ തന്റെ ജീവിതം, തന്റെ അവസാനത്തോടെ രക്തം വരെ ചിന്തി എന്നെയും നിങ്ങളെയും അനുഗ്രഹിച്ചുവെങ്കിൽ അവിടത്തേക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, താനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നമ്മെ അത്രമാത്രം സ്നേഹിച്ച പിതാവിന്റെ സ്നേഹം, തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ച നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം, ആ പിതാവിന്റെ സ്നേഹത്തിന്റെ പൂർത്തീകരണമാണ് യേശു തമ്പുരാന്റെ ബലിയർപ്പണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ യേശു തമ്പുരാൻ നമ്മോട് പറയുകയാണ്, മകനെ, മകളെ, എനിക്ക് നിന്നെ വേണം, നീ എന്റെ സ്വന്തമാണ്, എനിക്ക് നിന്നെ വേണം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ പറയുന്നു, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. ഈശോ പറയുകയാ എല്ലാ മക്കളെയും നോക്കിക്കൊണ്ട് അവിടുന്ന് പറയുകയാ, ഈ ചെറിയവരിൽ ഒരുവൻ പോലും, ഈ ലോകത്തിൽ ഇന്ന് വരെ ജനിച്ചതും ഇനി ജനിക്കാനിരിക്കുന്നതുമായ സകല മക്കളെയും നോക്കിക്കൊണ്ട് നമ്മുടെ രക്ഷകനും നാഥനുമായ യേശു തമ്പുരാൻ പറയുകയാ, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകുവാൻ എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. കാരണം തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ആര് നമ്മെ സ്നേഹിച്ചു? പിതാവ് സ്നേഹിച്ചു. തന്റെ ഏകജാതനെ, തന്റെ ഏകപുത്രനെ നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ച പിതാവിന്റെ അനന്തമായ സ്നേഹം ഈശോ എടുത്തു പറയുകയാ. ഒരിക്കൽ കൂടെ ഈശോ ആവർത്തിച്ചു പറയുകയാ, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നാം ഈ ലോകത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കുമ്പോൾ, അനുദിനം മാധ്യമങ്ങളെ ഒന്നെടുത്ത് പരിശോധിക്കുമ്പോൾ, നമ്മുടെ കരകളിലേക്ക് ഓരോ ദിവസവും കിട്ടുന്ന പത്രങ്ങൾ ഒന്ന് പരിശോധിക്കുമ്പോൾ നാം കാണുകയാണ്, അനേകം മക്കൾ ഓരോ ദിവസവും പാപത്തിൽ ജീവിക്കുകയാ, തിന്മയിൽ ജീവിക്കുകയാ, വ്യഭിചാരത്തിൽ ജീവിക്കുകയാ, ബലാത്സംഗം ചെയ്യുകയാ, മോഷണം നടത്തുകയാ, കൊലപാതകം ചെയ്യുകയാ, അപ്പനെ കൊന്നോ, അമ്മയെ കൊന്നോ, മക്കളെ കൊന്നോ, ഭാര്യയെ കൊന്നോ, ലോകത്തിൽ ആരെ വേണമെങ്കിലും കൊല്ലാൻ മടിയില്ല. അത്രമാത്രം മനുഷ്യൻ ഇന്ന് തിന്മയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹഹൃദയത്തിൽ നിന്ന് അവിടുന്ന് പറയുകയാ, ചെറിയവരിൽ ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകുവാൻ എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇതാ സ്വർഗത്തെ മറന്നുകൊണ്ട്, ദൈവത്തെ മറന്നുകൊണ്ട്, ജീവിതത്തെ കുറിച്ച് മറന്നുകൊണ്ട്, സ്വന്തം ആത്മാവിനെ കുറിച്ച് മറന്നുകൊണ്ട് ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കുവാൻ, ലോകം തരുന്ന സന്തോഷം, ലോകം തരുന്ന സുഖം, ലോകം തരുന്ന ആനന്ദം, ലോകം തരുന്ന എല്ലാം കണ്ടെത്തുവാൻ, ലോകത്തിന് വേണ്ടി ജീവിക്കുവാൻ, ജഡത്തിന്റെ സുഖത്തിന്
എന്താ പണം വീണ്ടും വീണ്ടും വേണം. പക്ഷേ ജഡത്തിന്റെ സുഖവും മനസ്സിന്റെ സുഖവും മാത്രം നോക്കിക്കൊണ്ട് ഇന്നിതാ കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ മനുഷ്യൻ സമയമില്ല. ലോകം കൊടുക്കുന്നതായ സന്തോഷം, മാധ്യമം നൽകുന്നതായ സന്തോഷത്തിന്റെ പിന്നാലെ വരക്കം പായുമ്പോൾ, മാധ്യമങ്ങൾ നേരം സന്ധ്യയാകുമ്പോൾ കൊടുക്കുന്ന സീരിയലുകളുടെ സന്തോഷത്തില് മനുഷ്യൻ നെട്ടോട്ടം ഓടുമ്പോൾ അവന് പ്രാർത്ഥിക്കുവാൻ സമയമില്ല. കാരണം എത്ര മണിക്കൂർ വേണമെങ്കിലും ടിവിയുടെ മുമ്പിൽ ഇരിക്കാം. മനസ്സിന്റെ സന്തോഷമാ. മാധ്യമത്തിൽ നിന്ന് കിട്ടുന്ന, ടിവിയിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷത്തിൽ മനുഷ്യൻ ആനന്ദം കണ്ടെത്തുകയാ. എന്നാൽ ഈ ലഭിക്കുന്ന സന്തോഷം ആ ചാനല് അല്ലെങ്കിൽ ആ സീരിയൽ തീരുന്നത് വരെ മാത്രമേ ഉള്ളൂ. അത് കാണുന്ന നിമിഷങ്ങളിൽ മാത്രമേ ഉള്ളൂ. അതിനുശേഷം വീണ്ടും ഇതാ എന്റെ മനസ്സിന്റെ പഴയ ദുഃഖം, എന്റെ ഹൃദയത്തിന്റെ പഴയ വേദന, എന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ ഇതാ അതേപോലെ നിലനിൽക്കുന്നുവെന്ന് മനസ്സിലാക്കുവാൻ സാധ്യമല്ലാത്ത മനുഷ്യൻ ഇന്ന് സായം സന്ധ്യകളിലെ കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കേണ്ട കുടുംബങ്ങളിൽ പോലും ഇന്ന് സന്ധ്യയാകുമ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സന്തോഷം കണ്ടെത്തുകയാ, മനസ്സിനെ തൃപ്തിപ്പെടുത്തുകയാ. അത് ഒരുപക്ഷെ ഏതെങ്കിലും ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട തരത്തിലുള്ളതായ ചാനലുകൾ വെച്ചുകൊണ്ട് സന്തോഷം കണ്ടെത്തുകയാ. അപ്പോൾ മനസ്സിനെ സുഖിപ്പിച്ചുകൊണ്ട്, ജഡത്തെ സുഖിപ്പിച്ചുകൊണ്ട്, ജഡത്തിന്റെയും മനസ്സിന്റെയും ആനന്ദം കണ്ടെത്തിക്കൊണ്ട് മുന്നേറുന്ന ജനസമൂഹത്തിന് സ്വന്തം ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുവാൻ, ആത്മാവിന്റെ വിലയെ കുറിച്ച് ചിന്തിക്കുവാൻ, സ്വർഗത്തെ കുറിച്ച് ചിന്തിക്കുവാൻ, എന്റെ ദൈവത്തെ കുറിച്ച് ചിന്തിക്കുവാൻ പലപ്പോഴും സാധിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്നുവെങ്കിൽ തീർച്ചയായും ആത്മാവിനെ കുറിച്ച് ചിന്തയുള്ളത് കൊണ്ടാ. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുകയാ, സ്വന്തം ആത്മാവിനെ കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ടാ, ജീവിതത്തിൽ ഒരു ലക്ഷ്യമുള്ളത് കൊണ്ടാ എന്ന് ഞാൻ കരുതുകയാ, ഞാൻ വിശ്വസിക്കുകയാ. ജീവിതത്തെ കുറിച്ചുള്ള ഉൾബോധ്യം നഷ്ടപ്പെട്ട മനുഷ്യ സമൂഹം, വ്യക്തികള് ഇന്ന് ഇങ്ങനെ ഇത്രമാത്രം ലോകത്തിലൂടെ ഓടുമ്പോൾ നാം മറുവശത്ത് നാം കാണുകയാ, സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട്, ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട്, ജീവിതത്തെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു വിഭാഗത്തെ നാം കാണുന്നുണ്ട്. അങ്ങനെ ദൈവസന്നിധിയിലായിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുവാൻ, നമ്മളെ തന്നെ ഒന്ന് കൂടുതൽ മനസ്സിലാക്കുവാൻ ഇന്ന് തമ്പുരാന്റെ തിരുസന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നാം ലക്ഷ്യത്തെ കുറിച്ച് ബോധ്യമുള്ളവരാണോ? ഞാനും ജീവിക്കുന്നു, നിങ്ങളും ജീവിക്കുന്നു, നമ്മളെല്ലാം ഈ ലോകത്തിലെ ജീവിക്കുകയാ. ഓരോ ദിവസവും നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാ. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തമ്പുരാൻ നമ്മളെ കരം പിടിച്ച് കൊണ്ടു നടക്കുകയാ. അവിടുത്തെ തിരുഹൃദയത്തോട് ചേർത്ത് നമ്മളെ അവിടുന്ന് കൂട്ടിവെച്ചിരിക്കുകയാ. പരിശുദ്ധ അമ്മ തന്റെ നീല അങ്കിക്കുള്ളിൽ നമ്മളെ സംരക്ഷിച്ച് പരിപാലിക്കുകയാ. നമ്മുടെ കാവന്മാരാകാൻ അനുനിമിഷം നമ്മളെ സംരക്ഷിക്കുകയാ. നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രാർത്ഥന ഇതൊക്കെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിന് അതിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാം തിരുവചനം പറയുന്നു, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, ദൈവം നമ്മെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്, ദൈവം അനുനിമിഷം നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ലോക ജീവിതത്തില് അശുദ്ധിയിലേക്കല്ല, നേരെ മറിച്ച് എന്തിലേക്കാണ്? വിശുദ്ധിയിലേക്കാ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാം വചനം. അതിന്റെ 3-ാം വചനത്തിൽ പ്രകാരം പറയുന്നു, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അപ്പോൾ നിരകാരണനാഥനായ ഈശോ ഇവിടെ ഇരുന്ന് നമ്മെ ഓരോരുത്തരെയും നോക്കുമ്പോൾ അവിടുന്ന് ഏറ്റവും പ്രധാനമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കാം? എന്റെയും നിങ്ങളുടെയും ഉറക്കെ പറഞ്ഞേ വിശുദ്ധീകരണം. കാരണം ദൈവം നമ്മളെ എങ്ങോട്ടാ വിളിച്ചിരിക്കുന്നത്? അശുദ്ധിയിലേക്കാണോ? ഈ ലോകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അശുദ്ധിയിലേക്കാണോ വിശുദ്ധിയിലേക്കാണോ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്? വിശുദ്ധിയിലേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മളുടെ വിശുദ്ധീകരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലക്ഷ്യം മറന്നുകൊണ്ടുള്ള ഒരു ജീവിതയാത്രയില് മനുഷ്യൻ എന്റെ ജീവിതം അശുദ്ധി നിറഞ്ഞതാണോ വിശുദ്ധി നിറഞ്ഞതാണോ, എന്റെ ജീവിതം നന്മയുള്ളതാണോ തിന്മയുള്ളതാണോ, ഞാൻ യാത്ര ചെയ്യുന്ന വഴി നേരായ വഴിയാണോ എന്ന് പോലും ചിന്തിക്കുവാൻ പലപ്പോഴും പലർക്കും
സാധിക്കുന്നില്ല. എന്നാൽ തമ്പുരാന്റെ വചനം കേട്ടുകൊണ്ട് നാഥന്റെ മുമ്പിലായിരിക്കുന്ന നാം ഓരോരുത്തരും ഇന്ന് നമ്മുടെ ജീവിതത്തെ ഒരിക്കൽ കൂടി ഒന്ന് ക്രമപ്പെടുത്തുവാൻ, എന്റെ ജീവിതത്തെ കുറിച്ചൊരു ഉൾബോധ്യം എന്നിൽ ഉണ്ടാകുവാൻ, ഒരിക്കൽ കൂടെ എന്റെ കർത്താവിനോട് ചേർന്നിരിക്കുവാൻ, എന്റെ കർത്താവിന്റെ തിരുമുൻപില് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു പടി കൂടി ആത്മീയതയിൽ ഉയരുവാൻ എന്റെ ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം വചനം കേട്ടുകൊണ്ടിരിക്കാൻ. വെറുതെ ഇരിക്കരുതേ. ഹല്ലേലൂയ.